അപ്പോൾ ഇതാ പുതിയ ഒരു അക്കാദമിക് ഇയർ ഒക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികമായിട്ട് ഫുൾ ഓൺ എനർജിയിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മളെക്കാൾ വേഗത്തിൽ എന്താണ് ഈ ഒരു സമയത്ത് ഇപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്താ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ബ്രെയിനിലാണ് ഇനി എല്ലാ കളികളും. ഈ ബ്രെയിൻ നമ്മുടെ കൂടെ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നോ, എത്രത്തോളം എഫക്റ്റീവായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു അക്കാദമിക് ഇയറിലെ നമ്മുടെ ഫുൾ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബോഡിയെ നമ്മളൊന്ന് എന്ത് ചെയ്യാറുണ്ട്, വാമപ്പ് ചെയ്യാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് ബോഡി വാമപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞ് നമ്മൾ മൈൻഡിനൊക്കെ ഒരു റിഫ്രഷിംഗ് ആയിട്ട് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവനും വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. ഈ ബ്രെയിനിന് പ്രോപ്പർ ആയിട്ടുള്ള കുറച്ച് എന്തിൻ്റെ ആവശ്യമുണ്ട്, എക്സസൈസിൻ്റെ ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്രെയിനിന് എക്സസൈസോ എല്ലാവരും ആലോചിക്കും എന്താണ് ഈ ബ്രെയിൻ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്കോഴ്സ് ബ്രെയിനിനും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എക്സസൈസ് കൊടുക്കാനായിട്ട് പറ്റും. കാരണം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് അത്രയും എഫക്റ്റീവ് തന്നെയാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കാൻ പോകുന്ന ഈ എക്സസൈസ്. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കാൻ പറ്റുക, എന്തൊക്കെ ചെയ്താലാണ് എക്സസൈസ് കൊടുക്കാൻ പറ്റുമെന്ന് വേഗം പറയും മിസ് എന്നായിരിക്കും ഇപ്പം എല്ലാവരുടെയും മൈൻഡില്ലേ. അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചില ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ ചില സമയത്ത് നമ്മളടുത്ത് പറയാറുണ്ട്, മതി പഠിച്ചത്, നിൻ്റെ തലയിൽ ഇത്രയൊക്കെ കയറുള്ളൂ, നിനക്ക് ഇത്ര മെമ്മറി ഉള്ളൂ, നീ ഇനി എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നിന്നെ കൊണ്ട് ഇത്ര മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിരാശപ്പെടുത്താറുണ്ട്. ഓൾറെഡി നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ വിഷമിച്ച് സാഡ് അടിച്ചിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അടുത്ത് എന്താണ് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തും അല്ലേ, നിനക്ക് ഇത്ര മെമ്മറി ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പം നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും, ശരിയാ അവരൊക്കെ പറയുന്നത് ശരിയാ, എനിക്ക് ഇത്ര മെമ്മറി ഉള്ളൂ, ഇനിയിപ്പോൾ ഞാൻ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ തന്നെ ഞാൻ എത്ര കുത്തിയിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും ജസ്റ്റ് പാസ്, അതിൻ്റെ അപ്പുറത്തേക്ക് റാങ്ക് ഒന്നും വാങ്ങാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മൾ സ്വയം വിചാരിച്ച് നമ്മുടെ എന്താണ് മെമ്മറി പവറിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇത്രേ നടക്കുകയുള്ളൂ, എനിക്ക് ഇത്ര മെമ്മറി പവറേ ഉള്ളൂ. അപ്പോൾ ആരെന്ത് ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് പറയും, എനിക്ക് ഇത്ര മെമ്മറി പവറൊക്കെ ഉള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഉള്ള മെമ്മറി പവർ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാധനമാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറയുന്നത് കേൾക്കും, എന്താ മെമ്മറി പവർ എൻ്റെ കുറഞ്ഞു അല്ലേ, സമയം കഴിയുന്തോറും നമ്മുടെ എന്താ മെമ്മറി ഒക്കെ കുറഞ്ഞു വരിക. അപ്പം മെമ്മറി എന്ന് പറയുന്നത് കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ, മെമ്മറി കുറയെ മാത്രമേ ചെയ്യുള്ളൂ. എന്തുകൊണ്ട് കുറയുന്ന ഒരാൾക്ക് കൂടാൻ പറ്റില്ലേ? അഫ്കോഴ്സ് മെമ്മറി പവർ എന്ന് പറയുന്ന ഈ ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് മീൻസ് വെറുതെ പറയുന്നതല്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മെമ്മറി പവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ ബ്രെയിനിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസിങ് പവർ എന്ന് പറയുന്നത് നമുക്ക് പല ആക്ടിവിറ്റീസിലൂടെയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഫോക്കസിങ് പവർ നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, അതുവഴിയായിട്ട് നമ്മുടെ മെമ്മറി ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ മെമ്മറി ഇൻക്രീസ് ആവാനായിട്ട് നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്താൽ മതി, നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്താണ്, കുറച്ച് അധികം തന്നെ ബ്രെയിൻ എക്സസൈസ് അഥവാ ബ്രെയിൻ ഗെയിംസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, റീകാൾ യുവർ ഡേ. ഇതാണ് നമ്മളെ കൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, അതിനുവേണ്ടി റെഡി ആവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു ഡേ എൻഡ് ആവുമ്പോൾ ആ ഡേ നൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറി ഒക്കെ എഴുതുന്ന പോലെ നമ്മൾ ആ ദിവസത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മൊത്തത്തിലൊന്ന് റീകോൾ ചെയ്യാം. രാവിലെ എണീറ്റു, പല്ല് തേച്ചു, അതേപോലത്തെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, സ്കൂളിലേക്ക് ഇത്ര മണിക്ക് പോയി, ഇന്ന അവേഴ്സൊക്കെയാണ് ഉണ്ടായത്, ഇന്നതൊക്കെയാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഇത്ര ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു, അതിനുശേഷം വൈകുന്നേരം വന്നു, ചായ കുടിച്ചു, എന്നാണ് അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞു, ടി വി കണ്ടു, ഹോംവർക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ നടന്നിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന്
ഒന്ന് റീകോൾ ചെയ്യാം. ഏകദേശം ഈ ഡയറി എഴുതുന്ന പോലെയൊക്കെ തന്നെ, പക്ഷെ ഇവിടെ എഴുതൊന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ റീകോൾ ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഇങ്ങനെ റീകോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ അവിടെ ഇൻക്രീസ് ആവുന്നത് നമ്മുടെ എന്താണ്, മെമ്മറി പവറാണ്. നമ്മൾ എത്രത്തോളം ഓർത്തിരിക്കുന്നു അല്ലേ, ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡൻറ്റും നമ്മൾ എത്രത്തോളം ഓർത്തിരിക്കുന്നു, നമ്മുടെ മെമ്മറി പവർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ റിമെമ്പർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ കാര്യമാണ് അല്ലേ, വേറെ എവിടേക്കെങ്കിലും നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല, വേറൊരാളുടെയും ഹെൽപ്പ് വേണ്ട. എന്ത് ചെയ്താൽ മതി, ഓരോ ദിവസം കഴിയും തോറും ആ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ ഇത് റീകോൾ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം അയ്യോ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തേ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കൂ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഇതുപോലെ റീകോൾ ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത്രത്തോളം ബൂസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു മെമ്മറി പവർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. അപ്പോൾ ഈ രീതിയിൽ ഇത് നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും മിസ് ഒന്ന് ചലഞ്ച് ചെയ്യാണ് നിങ്ങളിതൊന്ന് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ദിവസം ചെല്ലുന്തോറും നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് ബ്രെയിൻ ഗെയിംസ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഗെയിംസ് എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, അതേപോലെ തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പലതരത്തിലുള്ള ബ്രെയിൻ ഗെയിംസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള 3 ബ്രെയിൻ ഗെയിംസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പാർട്ടായിട്ട് നമ്മുടെ റീകോളിംഗ് ഗെയിം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് റീകോൾ ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് നമുക്കൊരു ഫസ്റ്റ് ഗെയിം ആയിട്ട് നിങ്ങൾ എല്ലാവരും തന്മാത്ര മൂവിയൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ തന്മാത്ര മൂവിയിലൊക്കെ അല്ലെങ്കിൽ പല പല മൂവീസിലായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ് എന്താന്ന് പറയും, നമ്മുടെ അടുത്ത് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ച് സംഭവങ്ങൾ അല്ലെ, കുറച്ച് തിങ്സ്, കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ തരും, കുറച്ച് വസ്തുക്കളുടെ തിങ്സിൻ്റെ പിക്ചേഴ്സ് ഇങ്ങനെ തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇത്ര സെക്കൻഡ്സ് ടൈമും തരും. ഇതിനെല്ലാം നമ്മൾ റീകോൾ ചെയ്യണം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 20 തിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 20 ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 20 ഐറ്റംസ് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് നിങ്ങൾക്ക് 20 സെക്കൻഡ്സ് തരാനായിട്ട് പോവാണ്. അപ്പോൾ 20 സെക്കൻഡ്സിൽ ആ 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു തിങ്സിലൂടെ എല്ലാം ഇവിടെ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കുക. എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കുക. അതിനുശേഷം 20 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീൻ മാറ്റും. എന്നിട്ട് നിങ്ങൾ തനിയെ എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കണ്ടതെന്നൊന്ന് റീകോൾ ചെയ്തെടുക്കുക. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മുടെ 20 സെക്കൻഡ്സ് സ്റ്റാർട്ട് ആവാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 20 സെക്കൻഡ്സിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എത്രത്തോളം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ഇത്രത്തോളം കാര്യങ്ങൾ എഴുതാൻ പറ്റി. ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ട്രൈയിൽ ഇല്ല ഈ 20 സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് ഓർമ്മയൊന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ. ഒരു ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ പിന്നെയും കയ്യിൽ നിന്ന് പോകും. പിന്നെ ഓർഡർ അല്ല എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഓർഡറിലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പോൾ 20 ഐറ്റംസും 20 സെക്കൻഡ്സിനുള്ളിൽ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈയിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണം ആയിരിക്കാം, ചിലപ്പോൾ 10 എണ്ണം ആയിരിക്കും, ചിലപ്പോൾ 15 എണ്ണം ഓർത്തെടുത്തവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരെണ്ണം മാത്രം മിസ് ഔട്ട് ആയി പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതേപോലെ ഒരു 20 ഐറ്റംസ് ഒക്കെ നിങ്ങൾ ആദ്യം 20 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ദെൻ നിങ്ങൾ ആ ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കുക, 10 സെക്കൻഡ്സിൽ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊരു കാര്യവും നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി കൂടും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ചുറ്റും നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള സാധനങ്ങളിലേക്ക് ഒന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് നോക്കുക, എന്തൊക്കെയാണ് എൻ്റെ ചുറ്റുപാട് നമ്മൾ കാണുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എല്ലാ കാര്യങ്ങളും നോക്കി ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് എന്നൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചുറ്റും കണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണല്ലോ, അതൊരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു ബ്രെയിൻ ഗെയിം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അടുത്തൊരു ബ്രെയിൻ ഗെയിമാണ് ഇതുപോലെ ജമ്പിൾഡ് ആയിട്ടുള്ള കുറേ നമ്പേഴ്സ്. ഇതുപോലെ ജമ്പിൾഡ് ആയിട്ടുള്ള കുറേ നമ്പേഴ്സ് ഇവിടെ 1 to 25 ആണ് നമ്മുടെ നമ്പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഓർഡറിൽ 1 to 25 നമ്പേഴ്സിനെ പിക്ക് ചെയ്തെടുക്കണം. ആൻഡ് യു ഹാവ് ഓൺലി 10 സെക്കൻഡ്സ്.
നമ്മൾ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതിനുള്ളിൽ നിന്ന് 1 കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ നോക്കുകയാണ് എവിടെയാണ് നമ്മുടെ 2 ഉള്ളത്. അതാ നമ്മൾ 2 എടുത്തു, പിന്നെ 3 എടുത്തു, പിന്നെ നമ്മൾ എന്താണ് 4നെ നോക്കി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം 1 to 25 നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പിക്കപ്പ് ചെയ്യണം അല്ലേ. ഇതൊന്നും നമ്മൾ പെറുക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വിത്തിൻ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജമ്പിൾഡ് ആയിട്ട് കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനുള്ളിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളവിടെ ബ്രെയിൻ കുറച്ചുകൂടി വർക്ക് ചെയ്യും. സാധാരണ ഓർഡറിലുള്ളതിനെ സംബന്ധിച്ച് ഈസിയാണ്, പക്ഷെ ഇതെന്താ ജമ്പിൾഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. ഈ സെർച്ച് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതും ഒരു എഫക്റ്റീവായിട്ട് ഒരു ഗെയിമാണ്. ഈ നമ്പേഴ്സിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം, അതേപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറച്ച് വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഒരു പ്രാക്ടീസ് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ TV ഒക്കെ കണ്ട് മൊബൈൽ ഗെയിംസ് ഒക്കെ കളിച്ച് സമയം കളയുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള വഴികളാണ്. അപ്പം നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യണം. അതിന് വേറെ ആരും വരില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഒരു ഗെയിമും കൂടി നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം. ഇവിടെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ഗ്രീൻ, ബ്ലൂ, റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ എന്നിങ്ങനെയാണ് നമ്മൾ വേർഡ്സിൽ എഴുതിയിട്ടുള്ളത്. കളേഴ്സിൻ്റെ നെയിംസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഓരോ കളർ നെയിമും എഴുതിയിട്ടുള്ളതിൻ്റെ കളർ എന്ന് പറയുന്നത്, ആ ഒരു ഫോണ്ട് കളർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കേണ്ടത് ഗ്രീൻ എന്ന് എഴുതിയിട്ടുള്ള ഈ എഴുത്തല്ല, ഓക്കെ, ലെറ്റേഴ്സ് അല്ല നമ്മൾ റീഡ് ചെയ്യേണ്ടത്, റീഡിംഗ് അല്ല. ഇവിടെ നമ്മൾ വായിക്കേണ്ടത് എന്താണെന്ന് അറിയോ, കളേഴ്സ് ആണ്. ഏതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കളർ, അതാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും വരിക, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ബ്ലൂ. പിന്നെ നമ്മൾ എന്താണ് ബ്ലൂ എന്ന് വായിക്കാൻ ഒരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് എന്താണ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. ഈ രീതിയിൽ നമ്മൾ വായിക്കണം. വെറുതെ അങ്ങനെ മെല്ലെ ഇങ്ങനെ വായിക്കുകയല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 20 സെക്കൻഡ്സ് സമയം തരാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു 20 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പലർക്കും ഇതൊരു ഫസ്റ്റ് ട്രയൽ പോസിബിൾ ആയവരുണ്ടായിരിക്കാം, പോസിബിൾ അല്ലാത്തവരുണ്ടായിരിക്കാം. ചിലപ്പോൾ ലാസ്റ്റ് ഒരു എണ്ണൊക്കെ ആയിരിക്കാം തെറ്റിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും ആദ്യം എന്തിനായിരിക്കും ട്രൈ ചെയ്യുന്നത്, ഇത് വായിക്കാനായിട്ടായിരിക്കും ഏറ്റവും ആദ്യം നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വായിക്കാനായിട്ട് നോക്കും. പിന്നെയാണ് നമ്മൾക്ക് എന്താ നമ്മുടെ മനസ്സിലുണ്ട്, അല്ല വായിക്കുകയല്ല വേണ്ട, എനിക്ക് എന്താ വേണ്ട, കളർ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ കളറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് ആ കളറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് നമ്മുടെ റൈറ്റ് ബ്രെയിൻസ് എന്ത് ചെയ്യാൻ പോവാണ്, ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് മാത്രമല്ല മക്കളെ, ഒരുപാട് എക്സസൈസസും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടാവും ഒരു കൈ കൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പിടിക്കുക, പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കുക, പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കൈ ഇങ്ങനെ സ്പീഡിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ശീലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ബ്രെയിനിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് ആയിട്ടുള്ള എക്സസൈസസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സസൈസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗെയിംസിലൂടെ നിങ്ങൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇല്ല, എൻ്റെ മെമ്മറി പവർ ഇത്രയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ബ്രെയിൻ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ ഗെയിംസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ മെമ്മറി പവറും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. സോ ഒട്ടും മക്കളെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മെമ്മറി പവർ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്, കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കതിനെ കൂട്ടാനുള്ള ഒത്തിരി വഴികൾ ഇന്നത്തെ കാലത്തുണ്ട്. സോ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെമ്മറി കപ്പാസിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ പുറത്തേക്ക് എടുക്കുക. ആൻഡ് ഈ ഒരു അക്കാദമിക് ഇയറിൽ നമ്മുടെ ബ്രെയിനും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സസൈസ് ഒക്കെ കൊടുത്ത് നമ്മുടെ മെമ്മറി പവർ ഒക്കെ കൂട്ടി ഈ ഒരു അക്കാദമിക് ഇയറിൽ ഒരു അടിപൊളി സക്സസ് നമുക്ക് നേടിയെടുക്കാം.